Hi all. Welcome to our channel BK808. നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് എല്ലാം കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ 64th മാച്ചാണ്. ഡൽഹി ക്യാപിറ്റൽസ് വേഴ്സസ് ലക്നോ സൂപ്പർ ജെയിൻസ് ആണ്. ഇന്നത്തെ മാച്ചിന്റെ എന്തൊക്കെയായിരിക്കും അവരുടെ പ്ലേയിങ് 11, അവരുടെ പിച്ച് റിപ്പോർട്ട്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. ഇന്നത്തെ വെന്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയമാണ് ഡൽഹിയിലെ. സ്റ്റേഡിയം കമ്പാരിറ്റീവ്ലി ഒരു ബാലൻസ്ഡ് പിച്ചാണ്. രണ്ട് ബാറ്റ്സ്മാനും ബൗളേഴ്സിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരു പിച്ചാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് കിട്ടുന്നത് പേസ് ബൗളേഴ്സിനും സ്വിംഗ് ബോളിങ്ങും അതുപോലെ പേസ് ബൗളേഴ്സിനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. നൈറ്റ് മാച്ചസിൽ അവിടെ കൂടുതൽ മോയ്സ്ചർ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ വിക്കറ്റിന് അനുകൂലമായ ഒരു പിച്ച് കൂടെയാണ്. ബാറ്റ്സ്മാൻ സ്കോർ ചെയ്യും, അതിൽ കൂടുതൽ തന്നെ വിക്കറ്റ് പോകുന്ന ഒരു പിച്ചാണ്. ബൗണ്ടറീസ് പൊതുവെ ചെറിയ ബൗണ്ടറീസ് ആണ്. അതുപോലെ തന്നെ ഔട്ട്ഫീൽഡ് കുറച്ച് ഫാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബാറ്റ്സ്മാൻമാർക്ക് റൺസ് കണ്ടെത്താൻ വളരെ എളുപ്പമായിരിക്കും. ടോട്ടൽ 88 മാച്ചസ് ആണ് നടന്നിട്ടുള്ളത്. അതിൽ 42 മാച്ച് ഫസ്റ്റ് ബാറ്റ് ചെയ്തവരാണ് ജയിച്ചിട്ടുള്ളതെങ്കിൽ സെക്കൻഡ് ബാറ്റ് ചെയ്തവര് 46 മാച്ചസ് ആണ് ജയിച്ചിട്ടുള്ളത്. ടൈ ഒന്നും ഇല്ല അവിടെ. പിന്നെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 167 ആണ്. ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് SRH നേടിയ 266/7 ആണ്. ലോവസ്റ്റ് സ്കോർ നമ്മുടെ DC നേടിയ 66/10 ആണ്. ഇന്നത്തെ പിച്ചിൽ പ്രസന്റ്ലി അവിടെ 37 ഡിഗ്രി ആണ് ടെമ്പറേച്ചർ. മഴയുടെ ചാൻസ് ഒന്നുമില്ല. അറിയാലോ, ഇന്നലത്തെ കളിയും മഴ കാരണം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഈ വെന്യൂവിൽ കളിച്ചിട്ടുള്ള മാച്ചസിന്റെ ഒരു 4 മാച്ചസിന്റെ ഒരു ടോട്ടൽ അതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ലാസ്റ്റ് കളിച്ച മാച്ചിൽ പറയുകയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസുമായിരുന്നു. വളരെ നിർഭാഗ്യകരമായ കളിയായിരുന്നു രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം സഞ്ജുവിന്റെ ഔട്ട് വളരെ വിവാദമായ ഔട്ടും കൂടിയായിരുന്നു. അത് ഔട്ടാണോ അല്ലേ എന്നുള്ളതൊക്കെ വലിയ വിവാദമായതാണ്. എന്നിരുന്നാലും ഡൽഹി ക്യാപിറ്റൽസ് 221/8 ആയെടുത്തപ്പോഴത്തേക്കും രാജസ്ഥാൻ റോയൽസ് 201/8 ആയിരുന്നു രാജസ്ഥാൻ നഷ്ടമായത്. അതിൽ ഫസ്റ്റ് ഇന്നിങ്സ് നോക്കുകയാണെങ്കിൽ പേസേഴ്സിന് 2 വിക്കറ്റും സ്പിന്നേഴ്സിന് 4 വിക്കറ്റുമാണ് ലഭിച്ചത്. സെക്കൻഡ് ഇന്നിങ്സിൽ പേസേഴ്സ് 5 വിക്കറ്റും സ്പിന്നേഴ്സ് 3 വിക്കറ്റുമാണ് എടുത്തത്. അതിന് തൊട്ട് മുമ്പുള്ള കളി നോക്കുകയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസുമായിരുന്നു. അതിലും ഡൽഹി ക്യാപിറ്റൽസ് 255/4 എടുത്തപ്പോൾ മുംബൈ ഇന്ത്യൻസ് 244/9 ആണ് എടുത്തത്. ഡൽഹി 10 റൺസിന് വിജയിക്കുകയാണ് ഉണ്ടായത്. പേസേഴ്സിന് 2 വിക്കറ്റും സ്പിന്നേഴ്സിന് 2 വിക്കറ്റും. അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സിൽ 8 വിക്കറ്റാണ് പേസേഴ്സിന് കിട്ടിയിട്ടുള്ളത്, 1 വിക്കറ്റ് സ്പിന്നറിനുമാണ് കിട്ടിയത്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഡൽഹി വെച്ചുള്ള കളി നോക്കുകയാണെങ്കിൽ 266/7 അതാണ് അവരുടെ ഹയസ്റ്റ് സ്കോർ ഈ ഗ്രൗണ്ടിലെ. ആ കളി ഡൽഹിക്ക് 199/10 ഓൾ ഔട്ട് ആകേണ്ടി വന്നു. ഹൈദരാബാദ് അതിൽ 67 റൺസിന് വിജയിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഫസ്റ്റ് ഇന്നിങ്സിൽ പേസേഴ്സ് 1 വിക്കറ്റ് എടുത്തപ്പോൾ 5 വിക്കറ്റ്സ് സ്പിന്നേഴ്സ് എടുത്തു. അതുപോലെ തന്നെ 7 വിക്കറ്റ്സ് പേസേഴ്സ് എടുത്തപ്പോൾ 3 വിക്കറ്റ്സ് ആണ് സ്പിന്നേഴ്സ് എടുത്തത്. അതിന് തൊട്ട് മുമ്പുള്ള മാച്ച് എന്ന് പറയുമ്പോൾ ചെന്നൈയും ഡൽഹിയും തമ്മിലായിരുന്നു. ചെന്നൈ 223/3 എടുത്തപ്പോൾ ഡൽഹി 149/9 ആയിരുന്നു. CSK അതിൽ 77 റൺസിന് ജയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചെന്നൈയുടെ ഡൽഹിയിലെ പേസേഴ്സ് 3 വിക്കറ്റ്സ് എടുത്തപ്പോൾ സ്പിന്നേഴ്സ് ആരും വിക്കറ്റ് ഒന്നും എടുത്തില്ലായിരുന്നു. അതേസമയം ചെന്നൈയുടെ ബൗളേഴ്സിന്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ചെന്നൈ പേസേഴ്സ് 6 വിക്കറ്റ് എടുത്തപ്പോൾ സ്പിന്നേഴ്സ് 3 വിക്കറ്റ് എടുത്തു. അപ്പോൾ കമ്പാരിറ്റീവ്ലി സ്പിന്നേഴ്സിനും അതുപോലെ തന്നെ പേസേഴ്സിനും ഏകദേശം തുല്യമായിട്ടുള്ള ഒരു പിച്ച് തന്നെയാണ്. ടോട്ടൽ 4 മാച്ചിന്റെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ പേസേഴ്സ് 34 വിക്കറ്റ് എടുത്തപ്പോൾ സ്പിന്നേഴ്സ് 20 വിക്കറ്റാണ് എടുത്തത്. അതായത് ഫസ്റ്റ് ഇന്നിങ്സിൽ 8 വിക്കറ്റും പേസേഴ്സിന് സെക്കൻഡ് ഇന്നിങ്സിൽ 26 വിക്കറ്റ്സുമാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഫസ്റ്റ് ഇന്നിങ്സ് സ്പിന്നേഴ്സിൽ 11 വിക്കറ്റ്സ് കിട്ടിയപ്പോൾ സെക്കൻഡ് ഇന്നിങ്സിൽ 9 വിക്കറ്റ്സ് ആണ് കിട്ടിയത്. കമ്പാരിറ്റീവ്ലി സെക്കൻഡ് ഇന്നിങ്സിലാണ് കൂടുതൽ വിക്കറ്റ് പോകുന്നതെന്നാണ് കണ്ടുവരുന്നത്. എന്നാലും ഏകദേശം 2 സ്പിന്നേഴ്സിനും ബൗളേഴ്സിനും ബാറ്റ്സ്മാനും ഒരേ ഇമ്പോർട്ടൻസ് കിട്ടുന്ന പിച്ച് ആയതുകൊണ്ട് നിങ്ങൾ ടീം എടുക്കുമ്പോൾ ബാലൻസ് ആയിട്ട് എടുക്കാൻ നോക്കുക. അവർ തമ്മിലുള്ള ഒരു ടോട്ടൽ മാച്ചസ് കളിച്ച് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 4 മാച്ചസ് കളിച്ചിട്ടുണ്ട്. അതിൽ 3 മാച്ചസ് ലക്നോ ജയിക്കുകയും 1 മാച്ചിൽ ഡൽഹിയാണ് ജയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ വിന്നിംഗ് ലോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 2 കളി ലക്നോ പരാജയപ്പെട്ടു. ഡൽഹി ലാസ്റ്റ് 1 കളിയാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഒരു ടീമിൽ നിന്ന് മാത്രം ഫേവർ ചെയ്തുകൊണ്ടും ടീം എടുക്കാൻ സാധ്യമല്ലാന്ന് തോന്നുന്നു. കാരണം 2 ടീമും വളരെ അത്യാവശ്യം നല്ല ടീം തന്നെയാണ്. 2 പേർക്കും ഒന്ന് ഹൈ പൊസിഷനിൽ കയറാൻ വേണ്ടിയിട്ടുള്ളൊരു
ശ്രമത്തിലാണ് രണ്ടുപേരും. പക്ഷേ പ്ലേ ഓഫിൽ എത്താനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. അത് നമ്മളെ പോയിന്റ് ടേബിൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡൽഹിയും ലക്നൌവും 6ഉം 7ഉം സ്ഥാനമാണ്. ലക്നൗ 12 മാച്ചസ് കളിച്ചപ്പോൾ ഡൽഹി 13 മാച്ചസ് ആണ് കളിച്ചിട്ടുള്ളത്. സോ അതിൽ രണ്ടുപേരും 6-6 വിൻ ആണ് എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ റൺ റേറ്റ് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. ലക്നൗ ഇതിൽ പ്ലേ ഓഫിൽ വരാൻ ഒരു ചെറിയ ചാൻസ് എങ്കിലും കിട്ടണമെങ്കിൽ ഇനിയുള്ള കളികൾ ജയിക്കുകയും അതുപോലെ ഹൈ റൺ റേറ്റിന് ജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫിൽ വരാനുള്ള ചാൻസ് ഉള്ളൂ. ചാൻസസ് വളരെ കുറവാണ്. ഡൽഹിക്കും അത് തന്നെയാണല്ലോ. ഡൽഹി ഇത് ഫൈനൽ മാച്ചാണ്. ഇനിയൊരു മാച്ചില്ല. അപ്പൊ ഈ ഒരു മാച്ചിൽ ജയിച്ച് സ്വന്തം ഹോം ഗ്രൗണ്ടും കൂടെയാണ്. അതുകൊണ്ട് ഡൽഹി കുറച്ച് പ്രിഫറൻസ് കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ പന്ത് ഇന്ന് കളിയിൽ തിരിച്ചു വരുന്നുണ്ട്. വാർണറും ഇന്ന് കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഡൽഹി ക്യാപിറ്റൽസിന്റെ പ്ലേയിങ് 11സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രേസർ, അതുപോലെ തന്നെ അഭിഷേക് പോറൽ, സായ് ഹോപ്പ്, പന്ത്, സ്റ്റബ്സ്, പിന്നെ അക്സർ പട്ടേൽ, പിന്നെ ആർ സലാം, കുൽദീപ് യാദവ്, മുകേഷ് കുമാർ, ഇഷാന്ത് ശർമ്മ, ഖലീൽ അഹമ്മദ്, ഇവരൊക്കെയാണ് അവരുടെ ഒരു ലൈനപ്പ് എന്ന് പറയുന്നത്. അതിൽ ഖലീൽ അഹമ്മദിന് പകരം വാർണർ ആയിരിക്കും ഇമ്പാക്ട് പ്ലെയർ ആയി കയറുക. ബാറ്റിംഗിൽ വാർണർ കയറും, അതായിരിക്കും ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കാണുക. വാർണർ ഇന്ന് കളിക്കുകയാണെങ്കിൽ നല്ലൊരു ഗെയിം തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഡൽഹിയാണ്, ഹോം ഗ്രൗണ്ട് ആണ്. സോ അവരുടെ അത്യാവശ്യം നല്ലൊരു പിച്ച്, ബാറ്റിംഗ് പിച്ചും കൂടെയാണ്, അതായത് ഫാസ്റ്റ് പിച്ചാണ്. അപ്പം ബാറ്റിംഗ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർ എപ്പോഴും ഇവിടെ കൂടുതൽ ശോഭിക്കും. കാരണം ഫസ്റ്റ് കിട്ടുന്നവർ ഇത് തന്നെയാണ്. പിന്നെയുള്ളത് ലക്നോയുടെ ഇതിനെ കുറിച്ചിട്ടാണ്. ലക്നൌവിൽ പറയുമ്പോഴത്തേക്ക് ഡീകോക്ക്, KL രാഹുൽ, ദീപക് ഹൂഡ, പൂരൻ, ആയുഷ് ബദോനി, സ്റ്റോണിസ്, കുണാൽ പാണ്ഡെ, K ഗൗതം, യഷ് താക്കൂർ, നവീൻ, ബിഷ്ണോയ്, ഇതാണ് അവരുടെ ലൈനപ്പ് വരുന്നത്. ഇതിൽ ഡീകോക്ക് പൊതുവെ ആരും അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല ഇപ്പോൾ. കാരണം ഡീകോക്കിന്റെ കുറച്ച് കളികൾ കളിക്കാതിരിക്കുക, അതുപോലെ തന്നെ വന്ന കളികളിൽ അധികം സ്കോർ നേടാതിരിക്കുകയും ചെയ്തതുകൊണ്ട് സെലക്ഷൻ വളരെ കുറവാണ്. എന്നാൽ ഡീകോക്ക് ഈ കളി വളരെ നല്ല കളിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഒരു പ്രഡിക്ഷൻ അതാണ്, ഡീകോക്ക് കളിക്കുമെന്നുള്ളതാണ്. രാഹുലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പിച്ചിൽ രാഹുൽ അത്ര ഇതുവരെ വലിയ ഇത് കാഴ്ചവെച്ചിട്ടില്ല. അതുകൊണ്ട് രാഹുലിന്റെ ചാൻസ് ഒരു 50-50 പറയത്തുള്ളൂ. ബട്ട് ബദോനി നല്ലൊരു ചോയ്സ് തന്നെ ആയിരിക്കും. ബദോനിക്ക് ബാറ്റിംഗ് ചാൻസ് കിട്ടുകയാണെങ്കിൽ, അതായത് ഫ്രണ്ടിലുള്ളവർ ആദ്യമേ ഔട്ടായി പോവുകയാണെങ്കിൽ ബദോനിക്ക് നല്ലൊരു ഓപ്ഷനായി തന്നെ ബാറ്റിങ്ങിന് സാധിക്കും, നല്ലൊരു ബാറ്റിംഗ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് സ്റ്റോണസിന്റെ കാര്യവും. ബാക്കി ഉള്ള ടീംസ് പിന്നെ അങ്ങോട്ട് നമുക്ക് നോക്കേണ്ട ബാറ്റ്സ്മാൻമാരായിട്ടില്ല. കുണാൽ പാണ്ഡെ എത്രത്തോളം കളിക്കും എന്നുള്ളതൊന്നും അറിയില്ല. സോ നമ്മുടെ ബെസ്റ്റ് പിക്ക് എന്ന് പറയുന്നത് ഫ്രേസർ നല്ലൊരു പിക്കായിരിക്കും. അതുപോലെ തന്നെ അഭിഷേക് പോറൽ, ആർ പന്ത്, അഭിഷേക് പോറൽ അല്ലെങ്കിൽ ഹോപ്പ്, ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാളായിരിക്കും. അഭിഷേക് പോറലാണ്. കഴിഞ്ഞ 2 കളിയിലും ഹോപ്പ് ഔട്ടായത് വളരെ നിർഭാഗ്യകരമായ ഇതുകൊണ്ടാണ് ഔട്ടായത്. അതുപോലെ തന്നെ സ്റ്റബ്സ് ഒക്കെ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റബ്സിനെ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് ബാറ്റിംഗിൽ സ്റ്റബ്സ് അധികം ശോഭിക്കാറില്ല. പിന്നെ അക്സർ പട്ടേൽ ഫസ്റ്റ് ബാറ്റിംഗ് ആണ് എങ്കിലും അക്സർ പട്ടേലിന് ബാറ്റിംഗ് ഓർഡറിൽ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം ആദ്യത്തെ ഒരു ടീംസ് വന്ന് കഴിയുമ്പോൾ തന്നെ അക്സർ പട്ടേലിന് കിട്ടാനുള്ള കിട്ടാനുള്ള ബൗൾസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അക്സർ പട്ടേൽ പക്ഷേ ബൗളിങ്ങിലൂടെ മിനിമം 1-2 വിക്കറ്റെങ്കിലും എടുക്കാം. കാരണം അക്സർ പട്ടേലിന്റെ ഹോം ഗ്രൗണ്ട് ആണ്. അതുപോലെ തന്നെ അവിടെ നല്ല കാഴ്ചവെക്കാറുണ്ട് അക്സർ പട്ടേൽ. അതുപോലെ ആർ സലാം നല്ലൊരു വിക്കറ്റ് ടേക്കറാണ്. സോ ഹി വിൽ ടേക്ക് മിനിമം 2 വിക്കറ്റ്സ്. മുകേഷ് കുമാറിനെയും നമുക്ക് വിട്ടുകളയാൻ സാധിക്കില്ല. അത്യാവശ്യം ഇന്ന് ഏകദേശം എല്ലാ കളിക്കാരും അത്യാവശ്യം നല്ല ആണ്. വളരെ കുറച്ച് പേര് മാത്രമേ നമുക്കൊന്ന് ഫ്ലോപ്പ് എന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ലക്നോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡീകോക്ക് ഫസ്റ്റ് ബാറ്റിംഗിൽ നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും. അതുപോലെ ഹൂഡ, പൂരൻ ഫസ്റ്റ് ബാറ്റിംഗിലാണെങ്കിലാണ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ബദോനിയെ എന്ത് വന്നാലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ബദോനി എന്തായാലും 50+ റൺസ് എടുക്കും എന്നുള്ളതാണ്, പോയിന്റ്സ് കിട്ടും എന്നുള്ളതാണ് വിശ്വാസം. സ്റ്റോണിസും അതുപോലെ ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ സ്റ്റോണിസും ബാറ്റ് ചെയ്യും. യഷ് താക്കൂർ അല്ലെങ്കിൽ വൈസിംഗ്, യഷ് താക്കൂറാണ് പ്രോബ്ലി ചാൻസ് ഉള്ളത്. പിന്നെ ബൗളിംഗ് ആണ് ഫസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ലക്നോ ബൗളിംഗ് ആണ് ഫസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ബിഷ്ണോയ് വിൽ ബി എ ഗുഡ് ഓപ്ഷൻ. കാരണം ആ ഒരു മിഡിൽ ഓവറിൽ ബിഷ്ണോയ്ക്ക് വിക്കറ്റ് എടുക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ പൂരനും അതുപോലെ തന്നെ ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണെങ്കിലാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ക്യാപ്റ്റൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അക്സർ പട്ടേൽ ഡൽഹി ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ അക്സർ പട്ടേൽ നല്ലൊരു ഓപ്ഷൻ ആകും. ബട്ട് ബാറ്റിംഗിൽ അക്സർ പട്ടേൽ വരുമോ ഇല്ല എന്നുള്ളതൊരു ഡൗട്ടാണ്. സ്റ്റോണിസ് അതുപോലെ തന്നെ ഡി വാർണറോട് നല്ല ഓപ്ഷനാണ്. ഡി വാർണറും ഡീകോക്ക് അവർ രണ്ടുപേരും
ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റനായിട്ട് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. ഇതിൽ ഡിഫറൻഷ്യൽ പിക്കായിട്ട് വരിക ഹൂഡ, ബഡോനി, ബിഷ്ണോയി, ആർ സലാമാണ്. അവർക്ക് സെലക്ഷൻ പെർസെൻറ്റേജ് വളരെ കുറവാണ്. സോ ഒന്ന് സെലക്ഷൻ പെർസെൻറ്റേജ് കുറവുള്ള ബദോനിയെയും ആർ സലാമിനെയും ഒക്കെ ഒന്ന് നമ്മുടെ ടീമിൽ പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പോയിന്റ് ലഭിക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. കഴിയുന്ന GL ടീമിലായിരിക്കും നമ്മൾ ഒരുപാട് സെലക്ഷൻ കുറവുള്ളവരെ പരിശ്രമിക്കേണ്ടത്. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും പിക്ക് ചെയ്തിട്ടുള്ളവരെ നമ്മൾ SL ടീമിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ അവർ പെർഫോം ചെയ്തില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലോസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് GL ടീമിൽ നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് അല്ലാതെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് കുറഞ്ഞവരെയും സെലക്ഷൻ കുറഞ്ഞവരെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് us. താങ്ക് യു.